എല്ലാവർക്കും ഈ ലൈവിലേക്ക് സ്വാഗതം. നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് പോലെ പഴയ കാലത്ത് ദൈവം ഭാഗികമായി സംസാരിച്ചു. ഈ അന്ത്യകാലത്ത് പുത്രനിലൂടെ പൂർണ്ണമായി വെളിപ്പാട് നമുക്ക് തരികയാണ്. ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായം 36-ാമത്തെ വാക്യം. നിങ്ങൾക്ക് പശ്ചാത്തലം അറിയാവുന്നതുകൊണ്ട് പെട്ടെന്ന് ആ വാക്യം വായിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായം 36-ാം വാക്യം. അവരുടെ അപ്പനായ യാക്കോബ് അവരോട്, നിങ്ങൾ എന്നെ മക്കളില്ലാത്തവനാക്കുന്നു. യോസഫ് ഇല്ല, ശിമയോൻ ഇല്ല, ബെന്യാമിനെയും നിങ്ങൾ കൊണ്ടുപോകും. സകലവും എനിക്ക് പ്രതികൂലം തന്നെ എന്ന് പറഞ്ഞു. അതിന് രൂബേൻ അപ്പനോട്, എന്റെ കയ്യിൽ അവനെ ഏൽപ്പിക്ക, ഞാൻ അവനെ നിന്റെ അടുക്കൽ മടക്കി കൊണ്ടുവരും. നമുക്ക് ഇതിന്റെ പശ്ചാത്തലം അറിയാം. യോസഫിന്റെ സഹോദരന്മാർ യോസഫിനോട് അസൂയ ഉണ്ടായിട്ട് അവനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിടുകയും പിന്നീട് മിസ്രൈമിയ അടിമ വ്യാപാരികൾക്ക് വിൽക്കുകയും യോസഫിനെ ഏതോ കാട്ടുമൃഗം കൊന്നു കളഞ്ഞു എന്ന് തങ്ങളുടെ അപ്പനെ ധരിപ്പിക്കുവാൻ തക്കവണ്ണം യോസഫിന്റെ വസ്ത്രത്തിൽ അല്പം രക്തം പുരട്ടി അപ്പനെ കാണിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ യോസഫ് നഷ്ടമായി എന്നുള്ള ഒരു ധാരണയിൽ അതീവ ദുഃഖത്തിൽ കഴിച്ചു കൂട്ടുന്ന യാക്കോബ് പിന്നീട് അവർ വലിയൊരു ക്ഷാമത്തിലേക്ക് പോകുന്നു. ആ സമയത്ത് മിസ്രൈമിൽ യോസഫിനെ ദൈവം അനുഗ്രഹിച്ചു. അതുകൊണ്ട് ഇന്നലെ എന്നോട് ഒരാൾ ചോദിച്ചൊരു സംശയം, മിസ്രൈമിൽ യോസേഫിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ, അങ്ങനെ പാടുന്നതിന്റെ അർത്ഥം എന്താണെന്ന് ഇന്നലെ ഒരാൾ ചോദിച്ചു. അപ്പൊ മിസ്രൈമിൽ ദൈവം, ഗോഡ് ഇൻമെൻസ്ലി ബ്ലസ്ഡ് ജോസഫ് ദെയർ. അപ്പൊ ദൈവത്തിന് അനുഗ്രഹിക്കാൻ എവിടെ വേണമെങ്കിലും അനുഗ്രഹിക്കാൻ കഴിയും. നിങ്ങൾ എവിടെയായിരുന്നാലും അവിടെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് കഴിയും. നമ്മളിപ്പോ ഇന്ന സ്ഥലത്തായിരുന്നെങ്കിൽ അനുഗ്രഹം കിട്ടുമായിരുന്നു. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് അനുഗ്രഹിക്കാൻ ദൈവത്തിന് കഴിയും. മിസ്രൈമിൽ യോസഫ് അനുഗ്രഹിക്കപ്പെട്ടു, പക്ഷേ അത് യാക്കോബ് അറിയുന്നില്ല. യാക്കോബ് വളരെ ദുഃഖത്തിലായിരിക്കുന്നു. യാക്കോബ് താമസിക്കുന്ന സ്ഥലത്ത് ക്ഷാമം അതികഠിനമായി. അപ്പോൾ മിസ്രൈമിൽ ധാന്യമുണ്ട് എന്നവർ കേട്ടു. അങ്ങനെ ധാന്യം കൈക്കൊള്ളുവാൻ മക്കളെ പറഞ്ഞു വിട്ടപ്പോ യോസഫിന് ഇവരെ കണ്ട് മനസ്സിലായി. ഇപ്പൊ യോസഫിന്റെ അടുത്ത് ഇവർ ചെല്ലുകയാണ്. അവൻ 42-ാം അധ്യായം തുടങ്ങുമ്പോൾ മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് യാക്കോബ് പറഞ്ഞപ്പോൾ തന്റെ പുത്രന്മാരോട്, നിങ്ങൾ തമ്മിൽ നോക്കി നിൽക്കുന്ന എന്ത്? മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു, അവിടെ ചെന്ന് ധാന്യം കൈക്കൊള്ളുക. അപ്പൊ 8-ാം വാക്യം, യോസഫ് സഹോദരന്മാരെ അറിഞ്ഞുവെങ്കിലും അവർ അവനെ അറിഞ്ഞില്ല. യോസഫ് സഹോദരന്മാരെ അറിഞ്ഞുവെങ്കിലും അവർ അവനെ അറിഞ്ഞില്ല. ഈ പഴയ നിയമത്തിൽ പല ടൈപ്സ് ഉണ്ട്. ഈ യേശുവിന്റെ ടൈപ്പായിട്ട് പല കഥാപാത്രങ്ങളെ നമുക്ക് പഴയ നിയമത്തിൽ കാണാം. അപ്പൊ ടൈപ്പ് പഠിക്കുമ്പം അത് ശരിയായ രീതിയിൽ പഠിക്കണം. ദാവീദ്, മോശ, അബ്രഹാം, ഇയ്യോബ്, ഇങ്ങനെ പല പല ടൈപ്സ് ഉണ്ട്. അപ്പൊ അത് ഓരോന്നിനും നിഴലായിട്ടാണ് നമ്മൾ കാണുന്നത്. ക്രിസ്തുവിന്റെ ടൈപ്സ് ആയിട്ട് പലരെയും നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. അപ്പൊ ആ പഠന രീതിയെ അപഹസിക്കുന്ന പലരും ഉണ്ട്. ഇപ്പൊ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഒരാളുടെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും മുഴുവൻ ഡീറ്റെയിൽസും അതേപടിയല്ല. ഈ ക്രിസ്തുവിന്റെ ജീവിതവുമായിട്ടോ ഉപദേശവുമായിട്ടോ ക്രിസ്തു സംഭവങ്ങളുമായിട്ടോ സാമ്യമുള്ള ചില കാര്യങ്ങൾ പഴയ നിയമത്തിലെ വ്യക്തികളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. ആ ഭാഗം മാത്രമാണ് കമ്പയർ ചെയ്യുന്നത്. ഇപ്പൊ ദാവീദിനെ ക്രിസ്തുവിന്റെ നിഴലായിട്ട് നമ്മൾ കാണുന്ന സമയത്ത് ദാവീദിന്റെ ജീവിതത്തിലെ ഇരുണ്ട വശങ്ങളെല്ലാം കമ്പയർ ചെയ്യുകയല്ല. അപ്പൊ അതിന് കമ്പാരിസൺ വളരെ ശ്രദ്ധിക്കണം. അപ്പൊ യേശു ക്രിസ്തുവിനെ ടൈപ്പായിട്ട് പഴയ നിയമത്തിൽ ധാരാളം ആളുകളെ കാണാൻ കഴിയുമെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ സാമ്യമുള്ള വ്യക്തി യോസഫാണ്. യേശുവും യോസഫുമായിട്ട് പാരലൽസ്, യേശുവും യോസഫുമായിട്ടുള്ള സാമ്യം, അതാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. യേശുവും യോസഫുമായിട്ട് 100 സാമ്യമാണുള്ളത്. 100 സാമ്യം. അപ്പൊ നിങ്ങൾക്ക് അത് കുറെ എണ്ണം അറിയാം. യോസഫിനെ 20 വെള്ളിക്കാശിന് വിറ്റു, യേശുവിനെ 30 വെള്ളിക്കാശിന് വിറ്റു. അപ്പൊ ഇൻഫ്ലേഷൻ നിമിത്തം കാലം മാറിയപ്പോൾ ഒരടിമയുടെ വില 20 വെള്ളിക്കാശിൽ നിന്ന് 30 വെള്ളിക്കാശായിട്ട് കൂടി. അതുകൊണ്ടാണ്
അതൊരു സാമ്യമാണ്. അങ്ങനെ ധാരാളം സാമ്യങ്ങളുണ്ട്. യോസഫിന്റെ കൂടെ കാരാഗ്രഹത്തിൽ ഒരു അപ്പക്കാരനും പാനപാത്രവാഹകനും ഉണ്ടായിരുന്നു. അതിൽ അപ്പക്കാരൻ കൊല്ലപ്പെട്ടു, പാനപാത്രവാഹകൻ ഉയർത്തപ്പെട്ടു. യേശുവിനോടൊപ്പവും കുരിശിൽ 2 കള്ളന്മാർ ഉണ്ടായിരുന്നു. അതിൽ ഒരു കള്ളൻ ഉയർത്തപ്പെട്ടു. അങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി സാമ്യങ്ങളുണ്ട്. 100 സാമ്യങ്ങളാണ് ഉള്ളത്. അതിൽ ഏറ്റവും അവസാനത്തെ സാമ്യമാണ് യോസഫിനെ അപ്പൻ കാണുമ്പോൾ യോസഫിന്റെ വലത്തുഭാഗത്ത് ഒരു മിസ്രൈമിയ പെൺകുട്ടിയായിരുന്നു ഭാര്യയായിട്ടുണ്ടായിരുന്നത്. യഹൂദ സ്ത്രീ ആയിരുന്നില്ല യോസഫിന്റെ ഭാര്യ. ജാതികളിൽ നിന്നുള്ള ഒരു സ്ത്രീ ആയിരുന്നു യോസഫിന്റെ. അത് 100ാമത്തെ സാമ്യം. അതാണ് 100ാമത്തെ സാമ്യം. ഇപ്പൊ നമ്മുടെ കർത്താവ് തേജസ്സിൽ വെളിപ്പെടുമ്പോഴും ആ കർത്താവിന്റെ മണവാട്ടി ജാതികളിൽ നിന്നുള്ള മണവാട്ടിയാണ്, ഒരു യഹൂദ സ്ത്രീ ആയിരിക്കില്ല. അതാണ് 100ാമത്തെ സാമ്യം. സുന്ദരികളിൽ അതിസുന്ദരി നീ, ജാതികളിൽ സൂനു. നൃപതി ശലോമോൻ വിമല സഭേ നിന്നെ വാഴ്ത്തുന്നു. നിന്നധരങ്ങൾ മധുവർഷിക്കുന്നു. വസന സുഗന്ധം നീസാൻ കുസുമസമം. അങ്ങനെ പാടുന്നത് സുന്ദരികളിൽ അതിസുന്ദരി നീ, ജാതികളിൽ സൂനു. നൃപതി ശലോമൻ വിമല സഭയെ വാഴ്ത്തുകയാണ്. അപ്പൊ സഭ ജാതികളിൽ നിന്നുള്ളതാണ് സഭ. അപ്പൊ അതാണ് യോസഫിന്റെ ഭാര്യ ജാതിയിൽ നിന്നത്. ഞാൻ സാമ്യങ്ങൾ പറയില്ല. അപ്പം നമ്മൾ ഒരു ദിവസം ഇരുന്നാൽ 100 സാമ്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 100 സാമ്യമുണ്ട്. അപ്പൊ നിങ്ങൾ ആ ക്രിസ്തുവിന്റെ നിഴല്, അപ്പൊ അതിനൊരു നിഴലാണ് ഇപ്പോഴും നമ്മൾ വായിക്കുന്നത്. 8ാം വാക്യം, 42ാം അധ്യായം 8ാം വാക്യം. യോസഫ് സഹോദരന്മാരെ അറിഞ്ഞു, എങ്കിലും അവർ അവനെ അറിഞ്ഞില്ല. യോസഫ് സഹോദരന്മാരെ അറിഞ്ഞു, എങ്കിലും അവർ അവനെ അറിഞ്ഞില്ല. ഇതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. യേശു തന്റെ സഹോദരന്മാരെ അറിയുന്നു. യേശുവിന്റെ സഹോദരന്മാരാരാണ്? നാം എല്ലാവരും. നമ്മെ സഹോദരന്മാർ എന്ന് വിളിക്കുവാൻ അവൻ ലജ്ജിച്ചില്ല. എബ്രായലേഖനം വായിക്കുമ്പോ നമ്മെ സഹോദരന്മാരെന്ന് വിളിക്കുവാൻ അവൻ ലജ്ജിക്കുന്നില്ല. അപ്പൊ ഗോസ്പൽ എന്ന് പറഞ്ഞാൽ ഗ്ലോറിയസ് ഗോസ്പൽ. ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറഞ്ഞാൽ യേശുവിനെ കൈക്കൊള്ളുവീൻ. ദാറ്റ് ഈസ് അവർ ഹെഡേക്ക്. ദാറ്റ് ഈസ് അവർ ഡിലെമ. നമ്മുടെ പ്രശ്നമാണ്, നമ്മുടെ ഇന്റിമിഡേഷൻ ആണ്, നമുക്കാണ് പ്രോബ്ലം. ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ് ന്യൂസ്. That is the bad news. That is the bad part of the news. What is the good part of the news? So we have a news. നമുക്കൊരു ന്യൂസ് ഉണ്ട്. ആ ന്യൂസിന്റെ ഗുഡ് പാർട്ട് എന്താണ്? ആ ന്യൂസിന്റെ ഗുഡ് പാർട്ട് നീ യേശുവിനെ സ്വീകരിക്കുക, അല്ലെ നീ യേശുവിനെ കൈക്കൊള്ളുക എന്നുള്ളതല്ല ഗുഡ് പാർട്ട്. യേശു നിന്നെ കൈക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഗുഡ് പാർട്ട്. സോ ദാറ്റ്സ് ദ ഗുഡ് ന്യൂസ്. അപ്പൊ നമ്മൾ അറിയിക്കേണ്ട ഗുഡ് ന്യൂസ് അതാണ്. യേശുവിനെ സ്വീകരിക്കൂ. നോ 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 നോ, യേശു നിന്നെ സ്വീകരിച്ചിരിക്കുന്നു. അതാണ് ഗുഡ് ന്യൂസ്. പിന്നെ എനിക്കതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. യെസ്, ദിസ് ഈസ് അൺബിലീവബിളി എ ഗുഡ് ന്യൂസ്, സച്ച് എ ഗ്രേറ്റ് ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മൈൻഡ് ബ്ലോഗിങ് ഗുഡ് ന്യൂസ്. നമുക്ക് അവിശ്വസനീയമായ വിധത്തിലുള്ള ഒരു സന്തോഷം. വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവിശ്വസനീയമായ ഒരു സന്തോഷം. പല സന്തോഷങ്ങളുണ്ട്. നമ്മുടെ കപ്പാസിറ്റിയിലുള്ള സന്തോഷങ്ങളാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. ഇപ്പൊ നമുക്ക് ഒരു ജോലി ഉണ്ടെങ്കിൽ ആ ജോലിയിൽ നമ്മളെ വിളിച്ചിട്ട് പറയുന്നു 500 രൂപ നിനക്കൊരു ഹൈക്ക്, അടുത്ത മാസം തൊട്ട് 500 രൂപ റേസ് നിന്റെ ശമ്പളത്തിൽ. ഓക്കെ, സന്തോഷമായി, നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതേസമയം നമ്മളെ പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചിട്ട് ഒന്നും അറിയാതിരിക്കാൻ നമ്മളോട് പറയുകയാണ്, നിന്നെ മഹാരാഷ്ട്രയുടെ ഗവർണറായിട്ട് വിടുകയാണ്, ഒരു LD ക്ലർക്കായിട്ടിരിക്കുന്ന ആള്. എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അയാൾ അവർക്കും കളിയാക്കുക. അപ്പൊ പിന്നെ അങ്ങനെ കളിയാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉള്ളിൽ എന്ത് ചെയ്യും? ഉള്ളിലൊരു റെസിസ്റ്റൻസ് ഉണ്ടാവും, ഒരു പ്രതിരോധം ഉണ്ടാവും. അതേസമയം അത്രയ്ക്ക് ബുദ്ധിയില്ലാത്ത ആളുകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങ് വിശ്വസിക്കും. അപ്പൊ ഈ ബുദ്ധിയില്ലാത്ത ആളുകളെ ഓരോരുത്തരോരോന്ന് പറഞ്ഞ് കളിപ്പിക്കുന്ന പിള്ളേർ വിശ്വസിക്കും.
എന്നിട്ടിപ്പം ഇവിടെ എൻ്റെ അടുത്ത് മോള് വന്നിരിപ്പുണ്ട്. അപ്പം നമ്മളിപ്പോൾ അവളോട് തന്നെ അവളങ്ങ് വിശ്വസിക്കും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകും. കാരണം നിങ്ങൾക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ കാണുന്നത്, നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ ചിന്താഗതികളും നമ്മുടെ പരിസ്ഥിതിയും എല്ലാം നോക്കിയിട്ട് ശരിയാകാൻ വഴിയില്ല. അപ്പോഴാണ് പറയുന്നത് നമുക്ക് അൺബിലീവബിളി എ ഗ്രേറ്റ് ഗുഡ് ന്യൂസ് ആണ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്ര വലിയ ഒരു സന്തോഷ വാർത്ത. ദാറ്റ് ഈസ് ഗുഡ് ന്യൂസ്, ദാറ്റ് ഈസ് ഗ്ലോറിയസ് ഗോസ്പൽ. അത് മനുഷ്യന്റെ ഒരു പരിമിതിയാണ്, നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നും. ഇവിടെ അതാണ് യോസഫിന് സഹോദരന്മാരെ യോസഫ് അറിഞ്ഞു, പക്ഷെ സഹോദരന്മാർ അറിഞ്ഞില്ല. ഇന്ന് യേശു എന്നെ അറിയുന്നു, യേശു നിങ്ങളെ അറിയുന്നു, ഓരോരുത്തരെയും അറിയുന്നു. പക്ഷെ നാം യേശുവിനെ അറിയുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ യോസഫിനെ അറിഞ്ഞു, യോസഫ് അവരെ അറിഞ്ഞു. അപ്പൊ യോസഫ് അവരെ കുറിച്ച് കണ്ടിരുന്ന സ്വപ്നങ്ങൾ ഓർത്ത് അവരോട്, നിങ്ങൾ ഒറ്റുകാരാകുന്നു, ദേശത്തിന്റെ ദുർബല ഭാഗം നോക്കുവാൻ വന്നിരിക്കുന്നു. അല്ല യജമാനെ, ഞങ്ങൾ അടിയങ്ങൾ ആഹാരം കൊള്ളുവാൻ വന്നിരിക്കുന്നു. ഇനി 11-ാം വാക്യം നിങ്ങൾ നോക്കണം. ഞങ്ങൾ എല്ലാവരും ഒരാളുടെ മക്കൾ, ഞങ്ങൾ പരമാർത്ഥികളാകുന്നു. ഇതാണ് ഏറ്റവും വലിയ കോമഡി പാർട്ട്. നിങ്ങൾ നോക്കുക ആ സ്റ്റോറി. 42 42-ന്റെ 10 ഞങ്ങള് 11. ഞങ്ങൾ എല്ലാവരും ഒരാളുടെ മക്കൾ, ഞങ്ങൾ പരമാർത്ഥികളാകുന്നു. ആരോടായി പറയുന്നത്? ഞങ്ങൾ പരമാർത്ഥികളാകുന്നെന്ന്. അവരാരെ പിടിച്ച് പൊട്ടക്കണത്തിലിട്ടോ, അവരാരെ പിടിച്ച് 20 വെള്ളിക്കാശിന് വിറ്റോ, അവരാരെ ദ്രോഹിച്ചോ, അവരാൽ ദ്രോഹിക്കപ്പെട്ട യോസഫിന്റെ മുമ്പിൽ നിന്ന് ഒരു ഉളുപ്പുമില്ലാതെ അവർ പറയുകയാണ്, ഞങ്ങൾ പരമാർത്ഥികളാകുന്നു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെയോ ഒരു സാമ്യം തോന്നുന്നുണ്ടോ? നമ്മുടെ ഒരു പെന്റക്കോസ്റ്റൽ പ്രാർത്ഥന പോലെ സ്വയനീതീകരണത്തിന്റെ കൊടുമുടിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവരാകുന്നു, ഞങ്ങൾ സ്നാനപ്പെട്ടവരാകുന്നു, ഞങ്ങൾ വേർപെട്ടവരാകുന്നു, ഞങ്ങൾ വിശുദ്ധ ജനമാകുന്നു, ഞങ്ങൾ വിശുദ്ധരാകുന്നു, ഞങ്ങൾ അതാകുന്നു, ഇതാകുന്നു. നോ നോ നോ. സുറിയാനിക്കാരുടെ പ്രാർത്ഥന നോക്ക്. ബലഹീനനും പാപിയുമാകുന്ന ദാസന, സകലവും നിന്റെ മുമ്പാകെ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. They know, അല്ലെങ്കിൽ അവരുടെ പിതാക്കന്മാർക്ക് അറിയാമായിരുന്നു ഹൂ ഈസ് ജോസഫ്. ഇവരുടെ ഹിസ്റ്ററി മുഴുവൻ അറിയാവുന്നവരാണ്. ഇവര് ശെഖേമിലാണ് ആടിനെ മേയ്ക്കാൻ പോകുന്നത്. ഈ യോസഫിന്റെ സഹോദരന്മാർ അവരെന്തിനാണ് ശെഖേമിൽ ആടിനെ മേയ്ക്കാൻ പോകുന്നത്? നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുന്ന അതിനു മുമ്പ് ഈ ശെഖേമിലുള്ള ആണുങ്ങളെല്ലാം യുവമാര് പോയി തട്ടുന്നൊക്കെയുണ്ട്. അപ്പൊ ധാരാളം ഭർത്താക്കന്മാരില്ലാത്ത സ്ത്രീകളാണ് ഈ ശെഖേമിലുള്ളത്. ഇവരുടെ ആടുമേയരെല്ലാം ആ ഭാഗങ്ങളിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ യോസഫ് നീതിമാനാണ്, പ്രത്യേകിച്ച് ആ ഏരിയയിൽ വളരെ ക്ലീൻ ആണ്. അപ്പൊ അതുകൊണ്ട് യോസഫ് അവിടെ ചെന്നപ്പോ അതാണ് ഈ യോസഫിനെ പിടിച്ച് പൊട്ടക്കണ്ടി ഇടുന്നത്. സകലതും അറിയാവുന്നവൻ, സകലവും അവന്റെ മുൻപാകെ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. 10,000 കോടി സൂര്യനേക്കാൾ പ്രകാശമുള്ള കണ്ണുകളാൽ അവന്റെ ഹൃദയങ്ങളെയും ഹൃദയങ്ങളുടെ ആഴങ്ങളെയും ഉൾപ്പൂവുകളെയും ആരായുന്നു. അവന്റെ മുൻപാകെ നിൽക്കുമ്പോൾ അവിടെയാണ് പറയുന്നത്, കർത്താവ് നീ അറിയുന്നു. അപ്പൊ ഇവര് പറയാണ് ഞങ്ങൾ പരമാർത്ഥികളാകുന്നു. കണ്ടോ, ഞങ്ങൾ പരമാർത്ഥികളാകുന്നു, അടിയങ്ങൾ ഒറ്റുകാരല്ല, ഞങ്ങൾ ഭയങ്കര വിശുദ്ധന്മാരാണ്. സ്തോത്രം സ്തോത്രം സ്തോത്രം, ഹല്ലേലൂയ, ഞങ്ങൾ വിശുദ്ധന്മാരാണ്. പിന്നെ അവർ കുറെ സാക്ഷിയെല്ലാം പറയുന്നുണ്ട്, നുണക്കഥ ഉണ്ടാക്കുന്നുണ്ട്, ടെസ്റ്റിമണി. ഈ ഞായറാഴ്ച സഭായോഗത്തിലെ ഒരു എസൻഷ്യൽ പാർട്ടാണ് സാക്ഷ്യം പറയുക. അതെല്ലാം നുണയാണ്. നുണയെന്ന് പറഞ്ഞാൽ ഈ നിറം പിടിപ്പിച്ച കഥകളും വ്യാജമായ താഴ്മയുടെ ഭാവങ്ങളും അഭിനയം. ആ പാർട്ട് ഒഴിവാക്കാമെങ്കിൽ തന്നെ സഭകളിൽ കുറച്ചൊക്കെ ആത്മീയം വരും. ഇതെല്ലാം നുണയാ പറയുന്നറിയോ? ഇപ്പൊ ഇവിടെ സാക്ഷ്യം പറച്ചിൽ നടക്കുക യോസഫിന്റെ മുമ്പിൽ. അതൊക്കെ നിങ്ങൾ സുറിയാനിക്കാരുടെ ആരാധനയിൽ പോയി നോക്കുക. അവിടെയാണ് ഇങ്ങനത്തെ ആളുകളെ കൊണ്ട് അധികം പാവം ചെയ്യിക്കുന്നത്. വരുന്നവരെല്ലാം
സ്തോമം കാലോസ് എന്ന് പറയുമ്പോൾ താനൊന്ന് ക്രിയലായിസോ എന്ന് പറഞ്ഞ് കർത്താവെ കരുണ ചെയ്യണമേ. അപ്പൊ എല്ലാ മഹത്വവും, എല്ലാ ജ്ഞാനവും, പുകഴ്ചയും, ബലവും, പ്രശംസയും, ആധിപത്യവും എല്ലാം കർത്താവിൻ്റെതാണ്. ഇവിടെ യോസഫിന്റെ മുമ്പിൽ നിന്ന് ഇവർ ഭയങ്കര സാക്ഷ്യമാണ്. നിങ്ങൾ നോക്കുക, ഞങ്ങൾക്ക് അപ്പനുണ്ട്, ഞങ്ങളുടെ അപ്പൻ്റെ അടുത്ത് വേറൊരു സഹോദരനുണ്ട്, അതാണ് ഇതാണ്, അങ്ങനെ എല്ലാം പറഞ്ഞു. അപ്പൊ അങ്ങനെ അവരെ 3 ദിവസം തടവിലാക്കി. 3-ാം ദിവസം നിങ്ങൾ പരമാർത്ഥികളെങ്കിൽ നിങ്ങളുടെ ഒരു സഹോദരൻ കാരാഗ്രഹത്തിൽ കിടക്കട്ടെ, നിങ്ങൾ പുറപ്പെട്ട് ധാന്യവുമായിട്ട് പോവുക. ഇനി 27-ാം വാക്യം, 26-ാം വാക്യം, അവർ ധാന്യം കഴുതപ്പുറത്ത് കയറ്റി അവിടെ നിന്ന് പുറപ്പെട്ടു. വഴിയമ്പലത്തിൽ വെച്ച് അവരിൽ ഒരുത്തൻ കഴുതയ്ക്ക് തീൻ കൊടുപ്പാൻ ചാക്കഴിച്ചപ്പോൾ തന്റെ ദ്രവ്യം ചാക്കിൽ വായ്ക്കൽ ഇരിക്കുന്നത് കണ്ട് തന്റെ സഹോദരന്മാരുടെ എന്റെ ദ്രവ്യം എനിക്ക് തിരികെ കിട്ടി. അവർ അപ്പന്റെ അടുക്കലെത്തിയാറെ തങ്ങൾക്ക് സംഭവിച്ചൊക്കെയും അറിയിച്ചു. അപ്പൊ ഇനി ബെന്യാമിനെ കൊണ്ടോണം. ബെന്യാമിനെ കൊണ്ടുവന്ന് കഴിഞ്ഞെങ്കിലേ ഇനി അവിടുന്ന് ധാന്യം കിട്ടുകയുള്ളൂ. അങ്ങനെ ഇവർ ബെന്യാമിനെ കൊണ്ടുപോകാൻ വേണ്ടി അപ്പനോട് അനുവാദം ചോദിക്കുമ്പോൾ ആ യാക്കൂബ് പറയുന്ന ഭാഗമാണ് നമ്മൾ ആദ്യം വായിച്ചത്. യോസഫ് ഇല്ല, യോസഫ് മരിച്ചുപോയി. ശിമിയോൻ ഇല്ല, ശിമിയോൻ മിസ്രയീമിൽ തടവിലായി. ഇനി ബെന്യാമിനെ കൂടെ നിങ്ങൾക്ക് കൊണ്ടുപോകണം, നിങ്ങൾ എന്നെ മക്കളില്ലാത്തവനാക്കുന്നു. എന്നിട്ട് യാക്കൂബ് പറയാണ്, സകലവും എനിക്ക് പ്രതികൂലം തന്നെ. ആക്ച്വലി സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യോസഫ് മിസ്രയീമിൽ മന്ത്രിയാണ്. ശിമിയോൻ മിസ്രയീമിൽ തന്നെ ഉണ്ട്, യാതൊന്നും ദോഷം സംഭവിച്ചിട്ടില്ല. ബെന്യാമിൻ പോയി കഴിഞ്ഞാൽ യാക്കോബിന് വേണ്ടി യോസഫ് അയക്കുന്ന രാജകീയ രഥങ്ങൾ അവിടെ എത്തും. യാക്കോബും മിസ്രയീമിലേക്ക് പോകും. അവർ ഒരുമിച്ച് അവിടെ അതിസന്തോഷത്തോടെ അതിസമ്പന്നരായി വാഴാൻ പോവാണ്. അപ്പൊ ദൈവം അവർക്ക് വേണ്ടി നന്മയാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ലിമിറ്റഡ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ യാക്കോബിന് അത് മനസ്സിലാകുന്നില്ല. യാക്കോബ് പറയാണ്, സകലവും എനിക്ക് പ്രതികൂലം തന്നെ. ദാറ്റ് ഈസ് ദ ഓൾഡ് ടെസ്റ്റമെന്റ് അണ്ടർസ്റ്റാൻഡിങ്, ഓൾഡ് ടെസ്റ്റമെന്റ് പെർസ്പെക്റ്റീവ്. പക്ഷെ ന്യൂ ടെസ്റ്റമെന്റ് പെർസ്പെക്റ്റീവിൽ അപ്പോസ്തലനായ പൗലൂസ് റോമാലേഖനത്തിൽ നിന്ന് അതിന് ഒരു മറുപടി യാക്കോബിന് കൊടുക്കുകയാണ്. യാക്കോബ് പഴയ നിയമത്തിൽ നിന്ന് പറയും സകലവും എനിക്ക് പ്രതികൂലം തന്നെ. പുതിയ നിയമത്തിൽ നിന്ന് പൗലൂസ് പറയും ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ. റോമാലയത്തിൽ തന്നെ പൗലൂസ് കാരണം പറയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സകലതും അവൻ നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ദാറ്റ് ഈസ് ന്യൂ ടെസ്റ്റമെന്റ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ഓൾഡ് ടെസ്റ്റമെന്റ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ആ സാഹചര്യം, ആ സംഭവം അതെല്ലാം വിലയിരുത്തിയിട്ട് യാക്കോബ് എന്ന ഗോത്രപിതാവ് പറയുകയാണ് സകലവും എനിക്ക് പ്രതികൂലം തന്നെ. പൗലോസ്ലീഹ ഇപ്പുറത്ത് പറയാണ് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കും. ദാറ്റ് ഈസ് ദ ന്യൂ ടെസ്റ്റമെന്റ് അനോയിന്റിങ് ആൻഡ് ഓൾഡ് ടെസ്റ്റമെന്റ് അനോയിന്റിങ്. ഓൾഡ് ടെസ്റ്റമെന്റ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ സകലവും പ്രതികൂലമാണ്. പരാതിയുടെയും പിറുപിറുപ്പിന്റെയും നിരാശയുടെയും വാക്കുകൾ പറയുകയാണ്. പുതിയ നിയമത്തിൽ വരുമ്പോൾ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നാം പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പൂണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധ റൂഹായിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വർഷിക്കപ്പെട്ടിരിക്കുകയാണ്. തന്റെ പുത്രനെ ആദരിക്കാതെ ആ പുത്രനെ നമുക്ക് തന്നവൻ അവനോടുകൂടെ സകലതും നമുക്ക് നൽകാതിരിക്കുമോ? വിൽ ഹി വിത്ത് ഹോൾഡ് എനിത്തിങ്, എനി ഗുഡ്നസ് ഫ്രം അസ്? എന്തെങ്കിലും നന്മയെ ദൈവം പിടിച്ചു വെക്കുമോ? മിസ്രയീമിൽ യോസഫിനെ വാഴ്ത്തിയ ദൈവം നീ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്നെ അനുഗ്രഹിപ്പാൻ ശക്തനും വിശ്വസ്തനുമാണ്. സോ ധൈര്യമായിട്ട് പറയുക, സകലതും അവൻ നന്മയ്ക്കായി പരിണമിപ്പിക്കും. ഇവിടെ യാക്കോബിന് അത് കാണാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ കാണുന്നത് 11-ാം വാക്യം, 43-ാം അധ്യായം. നിങ്ങൾ ആ ടെക്സ്റ്റ് മുഴുവൻ വായിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ധാരാളം സാമ്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. യോസഫും ക്രിസ്തുവുമായിട്ട് ധാരാളം സാമ്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ എല്ലാം പറയുന്നില്ല, സ്കിപ്പ് ചെയ്ത് പോവാണ്. 43-ാം അധ്യായം 11-ാം വാക്യം. അപ്പോൾ അവരുടെ അപ്പനായ ഇസ്രായേൽ അവരോട് പറഞ്ഞത്, അങ്ങനെയെങ്കിൽ ഇത് ചെയ്വി, നിങ്ങളുടെ പാത്രങ്ങളിൽ കുറെ സുഗന്ധപ്പശ, കുറെ തേൻ, സാമ്പ്രാണി, സെന്നിനായകം, ബോടനണ്ടി, ബദാമണ്ടി എന്നിങ്ങനെ ദേശത്തിലെ വിശേഷ വസ്തുക്കളിൽ ചിലതൊക്കെയും കൊണ്ടുപോയി അദ്ദേഹത്തിന് കാഴ്ചവെപ്പി.
ഇരട്ടി ദ്രവ്യവും കയ്യിൽ എടുത്തുകൊള്ളുവീൻ. നിങ്ങളുടെ ചാക്കിന്റെ വായ്ക്കൽ മടങ്ങി വന്ന് ദ്രവ്യവും കയ്യിൽ തിരികെ കൊണ്ടുപോകുവീൻ. അപ്പൊ യോസഫിനെ പ്ലീസ് ചെയ്യിക്കാൻ യാക്കോബ് ഒരു മാർഗം പറഞ്ഞു കൊടുക്കുക. യോസഫിനെ പ്ലീസ് ചെയ്യിക്കുവാൻ യാക്കോബ് ഒരു മാർഗം പറഞ്ഞു കൊടുക്കുക. എങ്ങനെയാണ് യോസഫിനെ പ്ലീസ് ചെയ്യിക്കുന്നത്? ചില കാഴ്ച വസ്തുക്കള് ഒക്കെ കൊണ്ടുപോവുക. ചില കാഴ്ച വസ്തുക്കൾ എന്താ? നിങ്ങളുടെ പാത്രങ്ങളിൽ സുഗന്ധപ്പശ, തേൻ, സാമ്പ്രാണി, ശനിനായകം, ബോടനണ്ടി, ബദാമണ്ടി എന്നിങ്ങനെയുള്ള കുറെ കാഴ്ചകളും കുറെ പണവും ഒക്കെ കൊണ്ട് യോസഫിന് കൊടുക്കുക. അങ്ങനെ നമുക്ക് യോസഫിന്റെ കോപത്തെ ശമിപ്പിക്കാൻ കഴിയും. അപ്പൊ ഇവർ ചിന്തിക്കുന്നത് യോസഫ് ഭയങ്കര കോപിഷ്ഠനായിട്ടിരിക്കുകയാണെന്ന്. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അതായത് യോസഫ് ഭയങ്കര കോപിഷ്ഠനായിട്ടിരിക്കുകയാണ്, കലി കൊണ്ട് തുള്ളി വിറച്ചിരിക്കുക. പക്ഷെ ആക്ച്വലി ഇപ്പൊ നമുക്കിതായിരിക്കും പറയാം യോസഫ് എങ്ങനെ ഇരിക്കുക. അവിടെ യോസഫ് ഹൃദയം മുഴുവൻ സ്നേഹം നിറച്ചിരിക്കുകയാണ്. യോസഫിന്റെ ഹൃദയം ഒരു സ്നേഹത്തിന്റെ തേൻ കുടുക്കയായിട്ട് നിൽക്കുകയാണ്. അവന്റെ ഹൃദയം എത്ര എരിയുന്നു, എത്ര വാഞ്ചിക്കുന്നു ബെന്യാമിനെയും അപ്പനെയും കാണാൻ, അവരോടെല്ലാം ചേർന്ന് ഫെലോഷിപ്പ് ഉണ്ടാകുവാൻ യോസഫ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അപ്പൻ ഇവിടെ നിന്ന് പറയാണ്, നമുക്ക് അവന് കുറച്ച് കാഴ്ചകൾ കൊടുക്കാം. ബോടനണ്ടി, ബദാമണ്ടി, സുഗന്ധപ്പശ, നറുന്തേൻ, പിസ്റ്റാഷ്യോ, ആൽമണ്ട്സ്, ഹണി, ഇതൊക്കെ കൊണ്ട് കൊടുക്കുക. അതൊന്നും അല്ല യോസഫിന് വേണ്ടത്. യോസഫിന് വേണ്ടത് നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കണം. അതിനാണ് അവൻ വാഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മശരീരമനസുകളാം എന്നുടെ തിരുമുൽ കാഴ്ചകളെ തദസുദാശ്വാസപ്രധനേ അൻപോടു കൈക്കൊണ്ടിടണമേ. എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയാണ് പാനും നാഥ. നമ്മളൊരു ചേനയും 2 റബ്ബർ ഷീറ്റും അതൊക്കെ പള്ളിയുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാ. ധാരാളമായിട്ട് കൊടുക്കണം. ഇപ്പൊ കൊടുക്കുന്നതിന്റെ ഇരട്ടി കൊടുക്കണം. പക്ഷേ ദൈവം നോക്കിയിരിക്കുന്നില്ല. ഇപ്പൊ യോസഫിന്റെ ഹൃദയത്തെ തിരിച്ചറിയാത്ത യാക്കോബ്, യോസഫിനെ അറിയാത്ത സഹോദരന്മാർ അവർ ചെയ്യാണ്. ഇതാണ് റിലീജിയസ് ആക്ട്, ഇതാണ് മതത്തിന്റെ ചടങ്ങ്. നിർഭാഗ്യവശാൽ എന്നെ കേൾക്കുന്ന പെന്റക്കോസ്റ്റൽ സഹോദരങ്ങൾ മനസ്സിലാക്കുക, കഴിഞ്ഞ 25 വർഷം ഞാൻ പെന്റക്കോസ്റ്റിൽ കണ്ടതും ഇതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല. ദൈവത്തെ അറിയാത്ത ജനം, ദൈവവുമായിട്ട് ബന്ധമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുക. അന്യഭാഷകൾ പറയുന്നു, ചാടുന്നു, ഡ്രം ഒച്ചയിൽ അടിക്കുന്നു, ഒച്ച വെക്കുന്നു, അട്ടഹസിക്കുന്നു. ഷുവറായിട്ടും പണം കൊടുക്കുന്നു, ധാരാളം പണം അങ്ങോട്ട് കൊടുക്കുന്നു, ഇങ്ങോട്ട് കൊടുക്കുന്നു, ആ വേലയ്ക്ക് കൊടുക്കുന്നു, ഈ വേലയ്ക്ക് കൊടുക്കുന്നു, ഒറീസയ്ക്ക് അയക്കുന്നു, ബംഗാളിന് അയക്കുന്നു. ട്രൈങ് ടു പ്ലീസ് ഗോഡ്, ബട്ട് അവർക്ക് ഹൃദയത്തിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ല, സമാധാനമില്ല. അപ്പൊ ദൈവസന്നിധിയിൽ പ്രവേശനം, നമുക്ക് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് ദൈവത്തോട് സമാധാനമുണ്ട്. ഡു യു ഹാവ് ദാറ്റ് പീസ്? The peace that passes all kind of understanding. It is beyond the scope of human comprehension. ആ സമാധാനം, എത്രയെത്ര സംശയങ്ങൾ, എന്തെല്ലാം വേവലാതികൾ, എന്തെല്ലാം പരിഭവങ്ങൾ, എന്തെല്ലാം ആവലാതികൾ, ഏതെല്ലാം ഉത്കണ്ഠകൾ ഈ യോസഫിനെയും ഈ യാക്കോബിനെയും ഈ മക്കളെയും ഭരിക്കുകയാണ്. ചെന്നാൽ പിടിക്കുമോ, ദ്രവ്യം എടുത്തത് പിടിക്കുമോ, അവിടെ അറസ്റ്റ് ചെയ്യപ്പെടുമോ, അവിടെ കാരാഗൃഹത്തിൽ ഇടുമോ, ഇനി ഒരുപക്ഷെ കൊല്ലാൻ വേണ്ടി കൽപ്പിക്കുമോ? മിസ്രൈമിന്റെ ഭരണാധികാരിയാണ്. ഫറവോൻ പേരിന് മാത്രം ഇരിക്കുകയാണ്. സർവശക്തനായി പരമാധികാരിയായി യോസഫ് വാഴുകയാണ്. പിതാവ് ന്യായവിധിയൊന്നും സ്വയമായി നടത്താതെ
തന്നെ ഏവരും ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് ന്യായവിധി എല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുക. യോസഫ് സകല അധികാരവുമുള്ളവനായി മിസ്രൈമിനെ വാഴുകയാണ്. ഇവരുടെ ഹൃദയത്തിൽ എത്ര ഭയം, എത്ര ഭീതി, എത്ര സംശയങ്ങൾ, ആകുലതകൾ, ഉത്കണ്ഠകൾ, വേവലാതികൾ, വേഭതു പൂണ്ട് അവർ മിസ്രൈമിലേക്ക് പോവുകയാണ്. ഹോ, യോസഫിനെ ഒന്ന് അറിഞ്ഞിരുന്നല്ലോ, എത്ര സന്തോഷമായി. ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. ആ അറിവാണ് to know him as he is. അവനായിരിക്കുന്നത് പോലെ അവനെ അറിയുക. അവൻ ആരാണ്? അവനെ അറിഞ്ഞ യോഹന്നാൻ ശ്ലീഹ എഴുതി, God is love. ദൈവം സ്നേഹം തന്നെ. അവനെ അറിയാത്ത പെന്തക്കോസ്ത് സഹോദരങ്ങൾ ബോഡനണ്ടിയും ബദാമണ്ടിയും കിസ്മാപ്പരിപ്പും കശുവണ്ടിപ്പരിപ്പും തേനും നറുംപശയും സുഗന്ധപ്പശയും ഒക്കെ കയ്യിൽ വെച്ച് അവരതും ഇതും പറയാണ്. നരകമുണ്ട്, ശിക്ഷാവിധിയുണ്ട്, പിന്നെ രഹസ്യപരമുണ്ട്, തീച്ചൂളയുണ്ട്, അതുണ്ട്, ഇതുണ്ട്, മറ്റേതുണ്ട്. യോസഫ് നീ കണ്ടായിരുന്നോടാ? നീ കണ്ടായിരുന്നു? പിന്നെ ഞാൻ കണ്ട അവന്റെ മറ്റേ കെട്ടക്കുന്ന വാള് കണ്ടായിരുന്നു. പിന്നെ എന്തൊരു വാള്! പെന്തക്കോസ്തിലെ രൂബേനും പെന്തക്കോസ്തിലെ ശിമിയോനും ഒക്കെ നമ്മെ പഠിപ്പിക്കുകയാണ്. പെന്തക്കോസ്തിലെ യാക്കോബും. അപ്പോ 43-ാം അധ്യായം. പിന്നെ അവൻ അവരെ യോസഫിന്റെ വീട്ടിനകത്ത് കൊണ്ടുപോയി. അവർക്ക് വെള്ളം കൊടുത്തു, അവർ കാലുകളെ കഴുകി, അവരുടെ കഴുതകൾക്ക് തീൻ കൊടുത്തു. ഉച്ചയ്ക്ക് യോസഫ് വരുമ്പോഴേക്കും അവർ കാഴ്ച ഒരുക്കി വെച്ചു. തങ്ങൾക്ക് ഭക്ഷണം എവിടെയെന്ന് അവർ കേട്ടിരുന്നു. യോസഫ് വീട്ടിൽ വന്നപ്പോൾ അവർ കൈവശമുള്ള കാഴ്ച അകത്തു കൊണ്ടുവന്ന് അവന്റെ മുമ്പാകെ വെച്ച് അവനെ സാഷ്ടാംഗം നമസ്കരിച്ചു. നിങ്ങളൊന്ന് ഓർത്തു നോക്കി, ആ യോസഫിന്റെ ഹൃദയം എത്ര തകർന്നു പോയി കാണും. അവനെ അറിയാതെ അവന് കാഴ്ച വെച്ച് അവനെ നമസ്കരിക്കുകയാണ്. വർഷിപ്പ് വിതൗട്ട് നോയിങ് ഹിം. അവനെ അറിയാതെ അവനെ ആരാധിക്കുകയാണ്. അവൻ അവരോട് കുശല പ്രശ്നം ചെയ്തു. നിങ്ങൾ പറഞ്ഞ വൃദ്ധൻ സൗഖ്യമായിരിക്കുന്നോ? അതിന് സൗഖ്യമായിരിക്കുന്നു. അങ്ങനെ യോസഫ് ബെന്യാമിനെ കണ്ടപ്പോൾ അവന്റെ ഹൃദയം ഉരുകി. എന്നിട്ട് അടുത്ത് പറയാണ്, 30-ാം വാക്യം നിങ്ങൾ വായിക്കണം മസ്റ്റായിട്ട്. ഉൽപ്പത്തി 43:30. അനുജനെ കണ്ടിട്ട് യോസഫിന്റെ മനസ്സുരുകിയതുകൊണ്ട് അവൻ കരയേണ്ടതിന് ബന്ധപ്പെട്ട സ്ഥലം അന്വേഷിച്ച് അറയിൽ ചെന്ന് അവിടെ വെച്ച് കരഞ്ഞു. വാട്ട് എ ലവ്, വാട്ട് എ ലവ്. യിരെമ്യാ പ്രവാചകനിലൂടെ ദൈവം പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ പാപങ്ങളെ ഓർത്ത് രഹസ്യത്തിൽ കരയും. ഞാൻ നിങ്ങളുടെ പാപങ്ങളെ ഓർത്ത് രഹസ്യത്തിൽ കരയും. ദൈവം പറയുക, ഞാൻ കരയും. അങ്ങനെ ഒരു ദൈവത്തെ മലയാളി ലോകം മനസ്സിലാക്കിയിട്ട് എന്നെ ട്രോൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ദിസ് ഈസ് ട്രൂ ഗോഡ് ആൻഡ് ദിസ് ഈസ് ട്രൂ ഗോസ്പൽ. ടു നോ ഹിസ് ഹാർട്ട്. ദൈവത്തിന്റെ ഹൃദയം നിനക്കായി തുടിക്കും. എന്റെ ഹൃദയം നിനക്കായി തുടിക്കുന്നു. എഫ്രൈമേ, നീ എന്റെ വാത്സല്യ പുത്രനല്ലേ? നീ എന്റെ ഓമന കുട്ടനല്ലേ? നിനക്ക് വിരോധമായി പെരുമാറുമ്പോഴും എന്റെ ഹൃദയം നിനക്കായി തുടിക്കുന്നു. അതാ ഇവിടെ യോസഫ് തന്റെ സഹോദരന്മാർക്ക് വിരോധമായി പെരുമാറുമ്പോഴും യോസഫിന്റെ ഹൃദയം സഹോദരന്മാർക്ക് വേണ്ടി തുടിക്കുകയാണ്. അവൻ രഹസ്യത്തിൽ അറയിൽ പോയി കരയുകയാണ്. എന്നിട്ട് ഈ സഹോദരന്മാർ കാണുമ്പോൾ തിരിച്ചറിയാതിരിക്കാൻ മുഖം കഴുകിയിട്ട് വീണ്ടും അവരുടെ മുമ്പിൽ വരികയാണ്. നിനക്ക് വേണ്ടി കരയുന്ന ഒരു ദൈവം. നീ ദൈവത്തിന്റെ സ്നേഹത്തെ തിരിച്ചറിയുന്നവരെ ആ ദൈവം കരയും. നിന്റെ ഹൃദയത്തിൽ ഒരു സംശയത്തിന്റെ കണിക നിൽക്കുന്നത് വരെ ആ ദൈവം കരയും. ദൈവസ്നേഹത്തിലുള്ള ഉറപ്പാണ് വിശ്വാസം. The confidence in the love of God, that is faith. Everything else is just nonsense. Nonsense. ഇന്നത്തെ ഇവാഞ്ചലിക്കൽ വേൾഡ് ഹോൾഡ് ചെയ്യുന്നതും കേരളത്തിൽ പെന്തക്കോസ്തുകാർ പ്രസംഗിക്കുന്നതും that is just nonsense.
That is not faith. That is not faith at all. Faith means the confidence in God's love. ദൈവത്തിന്റെ സ്നേഹത്തിലുള്ള ഉറപ്പാണ് വിശ്വാസം. Do you have that kind of faith? Do you hold that kind of faith? അതില്ലെങ്കിൽ ഇവിടെ യോസഫ് ഇവരെ മനസ്സിലാക്കുന്നില്ല. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോവാം. കൊച്ചിന് പുറത്തോട്ട് പോണം, എന്നെ കൊണ്ട് പോണം. അതിനുവേണ്ടി അവള് വെയിറ്റ് ചെയ്തു. അവിടെ ഇരിപ്പുണ്ട്. അപ്പം അവിടെ പിന്നെ അവൻ മുഖം കഴുകി പുറത്തു വന്ന് തന്നെത്താൻ അടക്കി ഭക്ഷണം കൊണ്ടുവരുമെന്ന് കൽപ്പിച്ചു. അവർ അവന് പ്രത്യേകവും അവർക്ക് പ്രത്യേകവും അവനോട് ഭക്ഷിക്കുന്ന മിസ്രൈമിക്ക് പ്രത്യേകവും കൊണ്ടുവന്ന് വെച്ചു. മിസ്രൈമ്യർ എബ്രായരുടെ കൂടെ ഭക്ഷണം കഴിക്കത്തില്ല, അത് മിസ്രൈമ്യർക്ക് വെറുപ്പാകും. മൂത്തവൻ മുതൽ ഇളയവൻ വരെ പ്രായത്തിനൊത്തോണം അവരെ അവന്റെ മുമ്പാകെ ഇരുത്തി. അവർ അന്യോന്യം നോക്കി ആശ്ചര്യപ്പെട്ടു. അപ്പം യോസഫ് അവരെ എല്ലാം ഇരുത്തി കഴിഞ്ഞപ്പം ഈ പ്രായത്തിന്റെ ക്രമത്തിലൊക്കെ ഇരുത്തുന്നുണ്ടപ്പോ അവര് ഞെട്ടി, ഇതെങ്ങനെയാ ഇരുത്തുന്നത്? കാരണം യോസഫിനെല്ലാം അറിയാം. നിന്നെ അറിയാം, മാതാവിന്റെ ഗർഭത്തിൽ നിന്റെ അസ്ഥികൂടങ്ങൾ രൂപപ്പെടുന്നതിന് മുമ്പ് നിന്നെ അറിയുകയും ആ ഗർഭപാത്രത്തിൽ നീ ആയിരിക്കുമ്പോൾ നിന്നെ കണ്ട് സ്നേഹിക്കുകയും നീ മാതാവിന്റെ ഗർഭപാത്രത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ നിന്നെ ഓമന പേർ ചൊല്ലി വിളിക്കുകയും ചെയ്ത ഒരു ദൈവമാണ് നിന്നോട് സംസാരിക്കുന്നത്. ഞാൻ നിന്നെ കണ്ടു മാതാവിന്റെ ഗർഭത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ്. Even before your skeleton was formed in the womb of your mother, I have seen you there. അവിടെ വെച്ചാണ് ഞാൻ നിന്നെ വിളിച്ചത്. ഈ ലോകത്ത് നിന്റെ അമ്മ കാണുന്നതിന് മുമ്പ്, ലോകത്ത് നിന്റെ അമ്മയുടെ പ്രസവം എടുത്ത നേഴ്സ് കാണുന്നതിന് മുമ്പ്, ലോകത്ത് ആര് കാണുന്നതിന് മുമ്പും നിന്നെ കണ്ടൊരു ദൈവം. അപ്പൊ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ അടുത്ത രംഗം നിങ്ങൾ കാണുമ്പോൾ ബെന്യാമിന്റെ ചാക്കിൽ ഒരു പാത്രം വെച്ച് വിടുന്നുണ്ട്. അതായത് 44 അധ്യായം 12 വാക്യം. അവൻ മൂത്തവന്റെ ചാക്ക് തുടങ്ങി ഇളയവന്റേത് വരെ ശോധന കഴിച്ചു. ബെന്യാമിന്റെ ചാക്കിൽ പാനപാത്രം കണ്ടുപിടിച്ചു. അപ്പോൾ അവർ വസ്ത്രം കീറി. അവർ വിചാരിച്ചു തീർന്നു, സകലത് തീർന്നു. കാരണം യോസഫിന്റെ പാനപാത്രമാണ് മോഷണം പോയിരിക്കുന്നത്. യോസഫിന്റെ പാനപാത്രം അത് എവിടെയാ? ബെന്യാമിന്റെ ചാക്കിലാണ് കിട്ടിയത്. പൗലോസ് ഇതൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ദൈവം പറയുന്നുണ്ട് ഒരു രഹസ്യം. ഞാൻ തിരഞ്ഞെടുത്ത ഒരു പാത്രമാണ് അവൻ. പൗലോസിനെ കുറിച്ച് ഞാൻ തിരഞ്ഞെടുത്ത ഒരു പാത്രം. എവിടെയാ തിരഞ്ഞെടുത്തത്? ആ തിരഞ്ഞെടുത്ത പാത്രം എവിടുന്നാ കിട്ടുന്നേ? ബെന്യാമിന്റെ ചാക്കിൽ നിന്നാ കിട്ടുന്നേ. ബെന്യാമിൻ ഗോത്രത്തിൽ നിന്നാണ് പൗലോസ് ശ്ലീഹ എഴുന്നേറ്റ് വരുന്നത്. ബെന്യാമിന്റെ ചാക്കിൽ നിന്ന് ഇവിടെ പാത്രം എടുക്കുക. അപ്പോൾ അവർ വസ്ത്രം കീറി. യോസഫ് അവരോട്, നിങ്ങൾ ഈ ചെയ്ത പ്രവൃത്തി എന്ത്? എന്നെ പോലെയുള്ള ഒരുത്തന് ലക്ഷണവിധി അറിയാമെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചു. അതിന് യഹൂദ, യജമാനനോട് ഞങ്ങൾ എന്ത് പറയേണ്ടു? എങ്ങനെ ഞങ്ങളെ തന്നെ നീതീകരിക്കേണ്ടു? ദൈവം അടിയങ്ങളുടെ അകൃത്യം കണ്ടെത്തി. എങ്ങനെ ഞങ്ങൾ ഞങ്ങളെ നീതീകരിക്കും? ദാറ്റ് ഈസ് $1 million ക്വസ്റ്റ്യൻ. യു കനോട്ട്. സകല എവിഡൻസോടും കൂടെ പിടിക്കപ്പെട്ടിരിക്കുന്നു. How can we justify ourselves? There is no way left. You cannot do that. എങ്ങനെ നിനക്ക് നിന്നെ നീതീകരിക്കാൻ പറ്റും? എനിക്കെങ്ങനെ എന്നെ നീതീകരിക്കാൻ പറ്റും? നീതീകരിക്കാൻ കഴിയുന്നവൻ താണ്ടിരിക്കുന്നു. ശുദ്ധീകരിക്കാൻ കഴിയുന്നവൻ താണ്ടിരിക്കുന്നു. അതാണ് ഈ കുർബാനെ പാടുന്നത്. നീ തന്നെ ഞങ്ങൾക്ക് വിമോചനവും വിമോചകനുമാകുന്നു. ഹൂസോയ പ്രാർത്ഥന കേട്ടിട്ടില്ലേ? കുർബാന, പരിശുദ്ധ കുർബാനയില്. ചുമ്മാ പള്ളിപ്പോയി അവിടെ ഇവിടെ നോക്കി നിൽക്കരുത്. പറയുന്ന എന്നാ ശ്രദ്ധിക്കണം. അപ്പൊ യോസഫിന്റെ മുമ്പിൽ സഹോദരന്മാർ നിൽക്കുന്ന സെയിം സ്റ്റാറ്റസിൽ നിന്നിട്ട് നമ്മൾ പറയാണ്, നീ തന്നെയാണ് ഞങ്ങൾക്ക് വിമോചനം, നീ തന്നെയാണ് വിമോചകൻ. അവനാണ് ഹോളിനെസ്. He is our holiness. അപ്പോൾ യഹൂദ അടുത്തെന്ന് പറഞ്ഞത്, യജമാനെ, അടിയൻ യജമാനോടൊന്ന് ബോധിച്ചു കൊള്ളട്ടെ. അവൻ അത് പറഞ്ഞു, അപ്പന്റെ കാര്യങ്ങൾ പറഞ്ഞു. കുറെ കാര്യങ്ങളുണ്ട്.
ഇനി 45 അധ്യായം, നിങ്ങൾ അതെല്ലാം എന്നെ വായിക്കണം കേട്ടോ, നമ്മൾ ലൈവിൽ സമയം കളയാത്തോണ്ട. 45 അധ്യായം 1-ാം വാക്യമായി, അപ്പോൾ ചുറ്റും നിൽക്കുന്നവരുടെ മുമ്പിൽ തന്നെത്താൻ അടക്കുവാൻ വഹിയാതെ എല്ലാവരെയും എന്റെ അടുക്കൽ നിന്ന് പുറത്താക്കുകയും എന്ന് യോസഫ് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ യോസഫ് തന്റെ സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആരും അടുക്കൽ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ യോസഫ് തന്റെ സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ ഉച്ചത്തിൽ കരഞ്ഞു. എക്സ്ക്യൂസ് മീ, പുറത്ത് അവർ പുല്ല് വെട്ടാൻ വന്നത് പൊടി കയറി വരുന്ന. ഇങ്ങനെ യോസഫ് തന്റെ സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആരും അടുക്കൽ ഉണ്ടായിരുന്നില്ല. അവൻ ഉച്ചത്തിൽ കരഞ്ഞു. മിസ്രയീമ്യരും ഫറവോന്റെ ഗൃഹവും അത് കേട്ടു. നിങ്ങൾ മനസ്സിലാക്കുക, മിസ്രയീമിന്റെ പരമാധികാരിയായിരിക്കുന്ന, സെക്കൻഡ് ഇൻ കമാൻഡന്റ് ആയിരിക്കുന്ന യോസഫ് തന്റെ കൊട്ടാരത്തിൽ നിന്ന് ഉച്ചത്തിൽ കരഞ്ഞു. ആ കരച്ചിലിന്റെ ശബ്ദം യോസഫിന്റെ രാജധാനിയിൽ നിന്ന് അതിന്റെ മതിലകങ്ങളെ ഭേദിച്ച് ഫറവോന്റെ കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിൽ പ്രതിധ്വനിച്ചു. അവിടെ പറയാം, ഫറവോനും മിസ്രയീമ്യരും മുഴുവൻ കേട്ടു. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഒരേകാന്തതയിൽ, ആരുമില്ലാത്ത ആ സ്ഥലത്ത് ഉച്ചത്തിൽ നിലവിളിച്ചു. ആ പട്ടണം മുഴുവൻ ആ നിലവിളി ശബ്ദം പ്രതിധ്വനിച്ചു നിന്നു. പട്ടണം വിറങ്ങലിച്ചു നിന്നു. കാരണം പട്ടണത്തിന്റെ പരമാധികാരിയാണ്, ഈ രാജ്യത്തിന്റെ പരമാധികാരിയാണ് നിലവിളിക്കുന്നത്. പട്ടണം വിറങ്ങലിക്കുകയാണ്. യോസഫ് എങ്ങനെയാണ് തന്റെ സഹോദരന്മാർക്ക് തന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തി കൊടുത്തത്? നാളുകളായി അവർ തിരിച്ചറിയാഞ്ഞ, ചെറുപ്പം മുതൽ അവർ തിരിച്ചറിയാഞ്ഞ, ദ്രോഹം മാത്രം ചെയ്ത, അപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും സ്നേഹിക്കുന്ന, ഏത് നിമിഷവും എത്ര കടുത്ത ശിക്ഷ വേണമെങ്കിലും കൊടുക്കാവുന്ന, വധശിക്ഷ വരെ കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ അധികാരത്തിലിരിക്കുമ്പോഴും തന്നോട് ചെയ്ത സകല ദ്രോഹങ്ങളും മറന്നിട്ട് തന്റെ സ്നേഹത്തെ അവരുടെ മേൽ വർഷിക്കുവാൻ തന്നെ അവരൊന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് പലതും ചെയ്തിട്ടും അവർ തിരിച്ചറിയാതെ, അവരെ പ്രായമുറക്കിരുത്തിയിട്ട് പോലും അവർ തങ്ങളുടെ യോസഫിനെ തിരിച്ചറിയാതെ, ആ പ്രായമുറക്കിരുത്തുമ്പോൾ തന്റെ പൊസിഷനിൽ അവരുടെ ഇടയിൽ കയറിയിരിക്കുവാൻ ആഗ്രഹിച്ച് വിഷമിച്ച് പ്രയാസപ്പെട്ട് നിൽക്കുന്ന യോസഫിനെ അവർക്ക് തിരിച്ചറിയാതെ, അപ്പോഴും അവർ യോസഫിൽ നിന്ന് മനസ്സുകൊണ്ട് അകന്ന് നിൽക്കുമ്പോൾ തന്റെ സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ യോസഫ് ആ വിജനമായ സ്ഥലത്ത് ഉച്ചത്തിൽ കരയുകയാണ്. എങ്ങനെയാ യോസഫ് കരഞ്ഞത്? ഏലി ഏലി ലമാ ശബക്താനി, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന്. യെരൂശലേം മുഴുവൻ പ്രകമ്പനം കൊള്ളുകയാണ്, പ്രതിധ്വനിക്കുകയാണ്. ദാറ്റ് ഈസ് the explosion of God's love, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വിസ്ഫോടനം. This is glorious gospel. എല്ലാ സംശയത്തിന്റെ കണികകളും മാറിപ്പോവുകയാണ്. ഫുൾ കോൺഫിഡൻസ് ഇൻ ദ ലവ് ഓഫ് ഗോഡ്. എത്ര വലിയ സ്നേഹമാണ്! How much he loves you. എത്രമാത്രം സ്നേഹിക്കുന്നു. അപ്പൊ ചുറ്റും നിൽക്കുന്നവരുടെ മുമ്പിൽ തന്നെത്താൻ അടക്കുവാൻ കഴിയാതെ എല്ലാവരെയും എന്റെ അടുക്കൽ നിന്ന് പുറത്താക്കുകയും, അങ്ങനെ അവൻ ഉച്ചത്തിൽ കരഞ്ഞു. മിസ്രയീമിന് ഫറവോന്റെ ഗൃഹവും അത് കേട്ടു. യോസഫ് തന്റെ സഹോദരന്മാരുടെ, ഞാൻ യോസഫ് ആകുന്നു, എന്റെ അപ്പൻ ജീവനോടിരിക്കുന്നുവോ? അവന്റെ സഹോദരന്മാർ അവന്റെ സന്നിധിയിൽ ഭ്രമിച്ചുപോയി. അവർക്ക് അവനോട് ഉത്തരം പറയുവാൻ കഴിഞ്ഞില്ല. യോസഫ് സഹോദരന്മാരോട് ഇങ്ങോട്ട് അടുത്തു വരുവീൻ എന്ന് പറഞ്ഞു. യോസഫ് സഹോദരന്മാരോട് ഇങ്ങോട്ട് അടുത്ത് വരുവീൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിന്റെ ബോണനണ്ടിയും നിന്റെ ബദാമണ്ടിയും നിന്റെ കസ്മാപ്പരിപ്പും നിന്റെ കശുവണ്ടി പരിപ്പും നിന്റെ നറുന്തേനും നിന്റെ സുഗന്ധപ്പശിയും അവിടെ വെക്കുക. ആത്മശരീര മനസ്സുകളാ. ഈ പാടുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കണം. എന്നുടെ തിരുമുൽ കാഴ്ചകളെ. ഓർത്തഡോക്സ് റിവൈവൽ ആണ് വരാൻ പോകുന്ന റിവൈവൽ. ഓർത്തഡോക്സിയുടെ റിവൈവൽ. ഇറ്റ്സ് എ ട്രൂ ഗോസ്പൽ ഇൻ ദ റിവൈവൽ. ദിസ് ഈസ് ട്രൂ ഗോസ്പൽ. സുറിയാനി സഭയിലെ പട്ടക്കാരും അൽമായ പ്രഘോഷകരും ഒന്നുണർന്നാൽ
കേരളത്തിൽ സത്യസുവിശേഷം മുഴങ്ങും. വ്യാജ സുവിശേഷം മറഞ്ഞു പോകും, മാഞ്ഞു പോകും. ഈ വഞ്ചനയുടെ സുവിശേഷം, ഈ തട്ടിപ്പിന്റെ സുവിശേഷം മലങ്കരയുടെ മണ്ണിൽ ഇനി വേണ്ട എന്ന് പറഞ്ഞ് സത്യസുവിശേഷം പ്രഘോഷിക്കാൻ നിങ്ങൾ തയ്യാറാകണം. സ്നേഹത്തിന്റെ സുവിശേഷം. ദിസ് ഈസ് ഗ്ലോറിയസ് ഗോസ്പൽ. വാട്ട് എ ലവ് ഇറ്റ് ഈസ്. അപ്പോ എനിക്കാണ് ഇതൊക്കെ വായിക്കുമ്പോൾ ചിരിയാണ്. ഇതിനകത്തൊക്കെ ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ കൂടെ ഒക്കെ പെന്തക്കോസ്തുകാർ നടക്കുന്ന ഞാൻ കാണുന്നുണ്ട്. ദൈവമേ, ഞാൻ പെന്തക്കോസ്തുകാർ ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ, ഒന്നൊന്ന് ഹോൾഡ് ചെയ്യണം. അപ്പൊ അങ്ങനെ നിങ്ങൾ വായിക്കണം. എനിക്ക് മുഴുവൻ വായിച്ച സമയമില്ല. അപ്പം ഈ ഗോശാൻ ദേശത്ത് വാർത്ത എനിക്ക് സമീപമായിരിക്കാം. അവിടെ പിന്നെ ആടുകളെ ഇവര് അനുഗ്രഹിച്ചു, വർത്തിച്ചു, ഭയങ്കര ബ്ലെസ്സിങ് എല്ലാം കിട്ടുകയാണ്. ബ്ലെസ്സിങ് എല്ലാം കിട്ടി. പിന്നെ യാക്കോബിന് വേണ്ടി രഥം അയച്ചു. യാക്കോബ് വന്നു. അതൊക്കെ ഉണ്ട്. അതൊന്ന് നമുക്ക് വേറൊരു ദിവസം ഞാൻ അതൊക്കെ വേണമെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാം. അങ്ങനെ 50-ാം അധ്യായം, കുറെ സംഭവങ്ങളുണ്ട് അതിനിടയ്ക്ക്, അത് സ്കിപ്പ് ചെയ്തു. 50-ാം അധ്യായം. അപ്പോൾ യോസഫ് തന്റെ അപ്പന്റെ മുഖത്ത് വീണ് കരഞ്ഞ് അവനെ ചുംബിച്ചു. പിന്നെ തന്റെ അപ്പന് സുഗന്ധവർഗ്ഗം ഇടുവാൻ യോസഫ് തന്റെ ദാസന്മാരായ വൈദ്യന്മാരോട് കൽപ്പിച്ചു. വൈദ്യന്മാർ ഇസ്രായേലിന് സുഗന്ധവർഗ്ഗം ഇട്ടു. അങ്ങനെ യാക്കോബിനെ അടക്കി. യാക്കോബ് മരിച്ചു. 9-ാമത്തെ വാക്യം, രഥങ്ങളും കുതിരയാളുകളും അവനോടുകൂടെ പോയി. 14-ാം വാക്യം, യോസഫ് അപ്പനെ അടക്കിയ ശേഷം അവനും സഹോദരന്മാരും അവന്റെ അപ്പനെ അടക്കുവാൻ കൂടെ പോയിരുന്ന എല്ലാവരും മിസ്രയീമിലേക്ക് മടങ്ങി. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 15-ാം വാക്യം. You can see there the Pentecostal nature or Pentecostal doctrine. ആ കാര്യത്തിൽ ഈ ബ്രദറുകാർ കുറച്ച് ഭേദമാണ്. ഈ ബ്രദറൻകാരും എന്നെ കേൾക്കുന്നുണ്ട്, മനസ്സിലാക്കുക. പെന്തക്കോസ്തുകാരും ബ്രദറുകാരുമായിട്ടുള്ള വ്യത്യാസമാണ്. ഈ ഉൽപ്പത്തി പുസ്തകം 50-15, അപ്പൻ മരിച്ചുപോയി എന്ന് യോസഫിന്റെ സഹോദരന്മാർ കണ്ടിട്ട് ഒരു പക്ഷേ യോസഫ് നമ്മെ ദ്വേഷിച്ച് നാം അവനോട് ചെയ്ത സകല ദോഷത്തിനും നമ്മോട് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞ് അവർ യോസഫിന്റെ അടുക്കൽ ആളയച്ചു. അപ്പൻ മരിക്കും മുമ്പേ നിന്റെ സഹോദരന്മാർ നിന്നോട് ദോഷം ചെയ്തു, അവർ ചെയ്ത അതിക്രമവും പാപവും നീ ക്ഷമിക്കണം എന്ന് യോസഫിനോട് പറയുവീൻ എന്ന് കൽപ്പിച്ചിരിക്കും. ആകയാൽ അപ്പന്റെ ദൈവത്തിന്റെ ദാസന്മാരുടെ ദ്രോഹം ക്ഷമിക്കണമേ എന്ന് പറയിച്ചു. അവർ യോസഫിനോട് സംസാരിക്കുമ്പോൾ അവൻ കരഞ്ഞു. ഇത്ര സ്നേഹിച്ചിട്ടും, ഇത്ര കരുതിയിട്ടും, ഇത്ര സമ്മാനങ്ങൾ കൊടുത്തിട്ടും, ഇത്ര അനുഗ്രഹിച്ചിട്ടും, ഇത്രമാത്രം വാരിപ്പുണർന്നിട്ടും ഇവർക്ക് എന്നെ മനസ്സിലാകുന്നില്ല. ഒരു പക്ഷേ അവൻ നമ്മുടെ പഴയ അതിക്രമം ഓർത്ത് നമ്മെ ശിക്ഷിച്ചേക്കാം. മൂടൽമഞ്ഞ് പോലെ ഞാൻ നിന്റെ പാപങ്ങളെ മായ്ച്ചു കളയുന്നു, കാർമേഘം പോലെ നിന്റെ ലംഘനങ്ങളെ നീക്കിക്കളയുന്നു. ഞാൻ നിന്റെ പാപങ്ങളെ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഇട്ട് കളയുന്നു. ഞാൻ ഇനി അവയെ ഓർക്കുകയില്ല. പൂർവിക കാര്യങ്ങൾ നീ അനുസ്മരിക്കുകയോ അവ നിന്റെ മനസ്സിലേക്ക് വരികയോ അരുത്. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, ഇതാ ഞാൻ സകലതിനെയും പുതുതാക്കുന്നു. നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ആയിരിക്കാം, ദൈവം നല്ലവനായിരിക്കാം, പക്ഷേ എനിക്ക് എന്നോട് തന്നെ അങ്ങോട്ട് ക്ഷമിക്കാൻ പറ്റുന്നു. ദൈവത്തിന്റെ സ്നേഹത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതാണ് ഏറ്റവും ദുർഭഗാവസ്ഥ. ആ ദുർഭഗാവസ്ഥയിലാണ് മലയാളി ക്രൈസ്തവരിൽ പലരും. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് God of this world has blinded your minds so that the glory, the radiance of this glorious gospel might not shine upon your hearts. He is blinding your heart. ഈ ലോകത്തിന്റെ പ്രഭു നിങ്ങളുടെ ഹൃദയങ്ങളെ അന്ധമാക്കുകയാണ്. ഗ്ലോറിയസ് ഗോസ്പലിന്റെ തേജസ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കാതിരിക്കുവാൻ. ഗ്ലോറിയസ് ഗോസ്പലിന്റെ തേജസ് എന്താണത്? ദൈവിക സ്നേഹവും ദൈവിക ക്ഷമയുമാണ്. അവൻ നിന്നോട് പൂർണ്ണമായി ക്ഷമിച്ചിരിക്കുന്നു. ക്രൂശിൽ
അവൻ നിലവിളിച്ചത് അവന്റെ സ്നേഹം കാണിക്കാനായിരുന്നു. നാണക്കേടാണ്. രാജ്യത്തെ സെക്കൻഡ് ഇൻ കമാൻഡന്റ് ആയിട്ട് നിൽക്കുന്ന യോസഫ് ഇന്നലെ വരെ മിസ്രൈമ്യർ ബഹുമാനത്തോടെ വിറയലോടെ മാത്രമേ യോസഫ് എന്ന നാമം വായിലെടുത്തിട്ടുള്ളൂ. അത്ര ശക്തനായ ഭരണാധികാരി, അത്ര സമർത്ഥനായ ഭരണാധികാരി, അത്ര ജ്ഞാനിയായ ഭരണാധികാരി, സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുവാൻ, ഹൃദയങ്ങളെ വായിക്കുവാൻ ലക്ഷണവിദ്യ അറിയാമെന്ന് ഈ മിസ്രൈമ്യർ പറഞ്ഞ മഹാമാന്ത്രികൻ എന്ന് പറഞ്ഞ് മിസ്രൈമ്യർ ഭയത്തോടെ വണങ്ങിയിരുന്നു യോസഫിനെ. അവരുടെ മന്ത്രവാദികളെക്കാൾ ജ്ഞാനിയായി സകലവരും ഉയർത്തിവെച്ചിരുന്ന യോസഫിന്റെ മമ്മിയൊക്കെ ഈ അടുത്ത കാലത്ത് കണ്ടുപിടിച്ചായിരുന്നു. അതിനുള്ള പ്രത്യേക ഇൻസ്ക്രിപ്ഷൻസ്, അത് നമ്മുടെ വിഷയമല്ല. അപ്പൊ ആ യോസഫ്, അത്ര പ്രബലനായ യോസഫാണ് ഇപ്പൊ മിസ്രൈമിലെ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും പരിഹസിക്കുന്ന വിധത്തിൽ കടന്ന് കാറുക. തന്റെ അപമാനം, തന്റെ ലജ്ജ, തന്റെ നിന്ന, തന്റെ സ്റ്റാറ്റസ് പോകും. ഇത്രയും വലിയ ഒരു രാജാവ് നിന്ന് പിറ്റേ ദിവസം തൊട്ട് മിസ്രൈമിലെ പിള്ളേർക്ക് അമ്മമാര് കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ യോസഫ് കരഞ്ഞ കാര്യം പറഞ്ഞ് ചിരിക്കുക, കളിയാക്കുന്നത്. യോസഫ് കരഞ്ഞു. യെസ്, അവന്റെ മഹത്വത്തെ ഓർത്തില്ല, അവന്റെ സ്ഥാനത്തെ ഓർത്തില്ല. ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. സ്വർഗത്തിലെ മഹത്വവും ദൂതന്മാരുടെ ആരാധനയും പിതാവിനോടുള്ള സമത്വവും ദൈവത്തോടുള്ള സമാനത കാര്യമായി പരിഗണിക്കാതെ അവൻ ദാസരൂപത്തിൽ താഴേക്ക് ഇറങ്ങി വന്നു. വേഷത്തിൽ മനുഷ്യനായി, സ്വയം നഗ്നനായി, അരയിൽ തുവർത്ത് കെട്ടി മുട്ടുകുത്തിയിരുന്നു ഈ ശിഷ്യന്മാരുടെ കാല് കഴുകി. എന്നിട്ടും അവർക്ക് മനസ്സിലായില്ല ആ സ്നേഹം. ആ സ്നേഹം ഇന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. ആ സ്നേഹം ഇന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. അതാണ് സ്നേഹം. ആ സ്നേഹത്തെ തിരിച്ചറിയുന്ന, ആ സ്നേഹത്തോട് പ്രതികരിക്കുന്ന, അതാണ് ഗ്ലോറിയസ് ഗോസ്പൽ. ആ ഗ്ലോറിയസ് ഗോസ്പലിലേക്കാണ് ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. ആ ഗ്ലോറിയസ് ഗോസ്പലിലേക്ക് താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്. ആ തൃത്വത്തിൽ നിന്ന് ആ പുത്രൻ ഈ താഴ്ന്ന ലോകത്തേക്ക് ഇറങ്ങി വന്നു. യോസഫിനെ പോലെ നമ്മെ സ്നേഹിച്ചു. നാം അവന്റെ സഹോദരന്മാരാണ്. എബ്രായരെ നിങ്ങൾ വായിക്കേ, നമ്മെ സഹോദരന്മാരെന്ന് വിളിക്കാൻ അവൻ ലജ്ജിക്കുന്നില്ല. വി ആർ ഹിസ് ബ്രദറൻ. അനേക സഹോദരന്മാരെ അവൻ തേജസ്സിലേക്ക് നയിക്കും. ആ രക്ഷാനായകൻ കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവനായി. വി ആർ ഹിസ് ബ്രദറൻ. നാം യേശുവിന്റെ സഹോദരന്മാരാണ്. യേശുവിന്റെ സഹോദരന്മാർ. നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? നോ. നമ്മുടെ മനസ്സതിന് സമ്മതിക്കുന്നില്ല. അൺറിന്യൂഡ് മൈൻഡ്, അതാണ് പുതുക്കപ്പെടാത്ത മനസ്സ്. നമ്മുടെ മനസ്സ് പുതുക്കപ്പെടട്ടെ. മിസ്രൈം മുഴുവൻ കേൾക്കത്തക്ക വിധത്തിൽ, തനിക്ക് അപമാനമായിട്ട് വിധത്തിൽ ആ യോസഫ് കരയുകയാണ്. എന്തിനാണ്? തന്നെ ഈ സഹോദരന്മാർക്കൊന്ന് വെളിപ്പെടുത്തി കൊടുക്കാൻ. ഞാൻ യോസഫാണ്, നിങ്ങളുടെ സഹോദരനാണെന്ന് പറഞ്ഞാൽ പോരാ, എത്രമാത്രം ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. തന്റെ ക്ഷമയുടെ ആഴം ഇവരെ മനസ്സിലാക്കുക. കേവലം ഞാൻ നിങ്ങളായിട്ട് ക്ഷമിച്ചിരിക്കുന്നു പറഞ്ഞ് ഇവർ മനസ്സിലാകത്തില്ല. അതിനാണ് ഉച്ചത്തിൽ കരയുന്നത്. ഇവർക്ക് എന്നിട്ട് ഈ പൊട്ടന്മാർക്ക് മനസ്സിലാകുന്നില്ല. ഈ മിസ്രൈമിന്റെ പരമാധികാരിയായ ആ മനുഷ്യൻ തന്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മിസ്രൈമിനെയും ഒക്കെ കേക്കെ, ചെറുതായിട്ടല്ല, ഏങ്ങലടിക്കല്ല, ഉച്ചത്തിൽ കരയുകയാണ്. സകലവരും കേക്കെ. തനിക്ക് വരുന്ന സകല അപമാനവും അവൻ തൃണവൽഗണിച്ചുകൊണ്ട് അവന്റെ ആ കരച്ചിലിന്റെ പിന്നിലെ ആഗ്രഹം, ഇനിയെങ്കിലും ഇവർ തന്റെ ട്രൂ സ്നേഹം, തന്റെ ആ യഥാർത്ഥത്തിൽ താൻ ഇവരോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് ഇവരൊന്ന് മനസ്സിലാക്കണം. നോ, നമ്മൾ മനസ്സിലാക്കത്തില്ല. അപ്പൊ നമ്മൾ പറയുന്നത് ഇല്ല, ന്യായവിധി ഉണ്ടെന്ന്, ഒരു ശിക്ഷാവിധി ഉണ്ട്, അങ്ങനെയൊന്നും അങ്ങനെ വിടാൻ പറ്റത്തില്ല.
ബിന്ദ്രന്മാരോട് ക്ഷമിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഗോവിന്ദച്ചാമി അല്ലെങ്കിൽ ഇങ്ങനെ അവരോട് ക്ഷമിക്കാൻ പറ്റുമോ, ഇവരോട് ക്ഷമിക്കാൻ പറ്റുമോ? നോ, ദൈവത്തിന് അങ്ങനെയൊന്നും ക്ഷമിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസമാണ് ഗ്രഹാം ഷെയ്ൻസിനെ കൊന്ന ആരാണ്? ദൈവം ക്രിസ്തുവിലൂടെ ഈ ലോകത്തോട് മുഴുവൻ ക്ഷമിച്ചിരിക്കുന്നു, അനുരഞ്ജനപ്പെട്ടിരിക്കുന്നു. Now we have the ministry of reconciliation. ദൈവം ലോകത്തോട് അനുരഞ്ജനപ്പെട്ടിരിക്കുന്നു ക്രിസ്തുവിലൂടെ. യെസ്, ഇറ്റ് ഈസ് അൺബിലീവബിളി എ ഗ്രേറ്റ് ഗുഡ് ന്യൂസ്. അവിശ്വസനീയമായ വിധത്തിലുള്ള സദ്വർത്തമാനമാണ്. വിശ്വസിക്കാൻ കാർണൽ മൈൻഡ് cannot believe it. Only a renewed mind can believe it. Only a renewed mind can grasp it. ആ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക, വിശ്വസിക്കുക. ദൈവം നിങ്ങളോട് ക്രിസ്തുവിലൂടെ പരിപൂർണമായി ക്ഷമിച്ചിരിക്കുന്നു. ദിസ് ഈസ് ഗുഡ് ന്യൂസ്. ദിസ് ഈസ് ഗ്ലോറിയസ് ഗോസ്പൽ. ലെറ്റ് us worship God in Trinity. He is Trinity. തൃത്വത്തിൽ നമുക്ക് അവനെ ആരാധിക്കാം. ആ സ്നേഹം, ആ തൃത്വ കുടുംബത്തിലേക്ക് അവൻ നമ്മെ വിളിച്ചിരിക്കുകയാണ്. We are invited. This is glorious gospel.